സകൃശ്രവണമാത്രേണ ബ്രഹ്മജ്ഞാനം യതോ ഭവേത് ബ്രഹ്മജ്ഞാനാവലീമാല സർവേഷാം മോക്ഷസിദ്ധേ അസംഗോഹമസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയ നിത്യശുദ്ധവിമുക്തോഹം നിരാകാരോഹമവ്യയ ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയ നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമച്യുത പരമാനന്ദരൂപോഹം അഹമേവാഹമവ്യയ ശുദ്ധചൈതന്യരൂപോഹം ആത്മാരാമോഹമേവ ച അഖണ്ഡാനന്ദരൂപോഹം അഹമേവാഹമവ്യയ പ്രത്യക്ചൈതന്യരൂപോഹം ശാന്തോഹം പ്രകൃതേ പര ശാശ്വതാനന്ദരൂപോഹം അഹമേവാഹമവ്യയ തത്വാതീത പരാത്മാനം മധ്യാതീത പരശിവ മായാതീത പരം ജ്യോതി അഹമേവാഹമവ്യയ നാമരൂപവ്യതീതോകം ചിദാകാരോകമച്യുത സുഖരൂപസ്വരൂപോകം അഹമേവാഹമവ്യയ മായാതത്കാര്യദേഹാദി മമ നശ്യേവ സർവദാ സത്പ്രകാശൈകരൂപോകം അഹമേവാഹമവ്യയ ഗുണത്രയവ്യതീതോകം ബ്രഹ്മാദീനാം സ്വസാക്ഷ്യഹം അനന്താനന്ദരൂപോകം അഹമേവാഹമവ്യയ അന്തര്യാമി സ്വരൂപോകം കൂടസ്ഥസർവതോസ്മ്യഹം പരമാത്മസ്വരൂപോകം അഹമേവാഹമവ്യയ നിഷ്കളോകം നിഷ്ക്രിയോകം സർവാത്മാദ്യ സനാതന അപരോക്ഷസ്വരൂപോകം അഹമേവാഹമവ്യയ ദ്വന്ദ്വാദിസാക്ഷിരൂപോകം അജലോകം സനാതന സർവസാക്ഷിസ്വരൂപോകം അഹമേവാഹമവ്യയ പ്രജ്ഞാനഘനയേവാഹം വിജ്ഞാനഘനയേവ ച അകർത്താഹം അഭോക്താഹം അഹമേവാഹമവ്യയ നിരാധാരസ്വരൂപോകം സർവാധാരോഹമേവ ച ആപ്തകാമസ്വരൂപോകം അഹമേവാഹമവ്യയ താപത്രയവിനിർമുക്തോ ദേഹത്രയവിലക്ഷണ അവസ്ഥാത്രയസാക്ഷ്യസ്മിൻ ചാഹമേവാഹമവ്യയ ദഗ്ധശബ്ദൗ പരാർത്ഥസ്ഥൗ പരസ്പരവിലക്ഷണൗ ബ്രഹ്മം ദൃശ്യം ആയേതി സർവവേദാന്തനിർവിമ അഹം സാക്ഷിധിയോ വിദ്യ വിവിശൈവം പുനഃ പുനഃ സ ഏവ മുക്തസോ വിദ്വാൻ ഇത് വേദാന്തനിർവിമ കടകുഡ്യാധികം സർവം വൃത്തികാമാത്രമേവ ച തത്ബ്രഹ്മം ജഗത്സർവം ഇത് വേദാന്തനിർവിമ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര അനേന വേദ്യം സത്ശാസ്ത്രം ഇത് വേദാന്തനിർവിമ അന്തർജ്യോതി ജഗജ്യോതി പ്രത്യഗ്ജ്യോതി പരാത്പര ജ്യോതിർജ്യോതി സ്വയം ജ്യോതി ആത്മജ്യോതി ശിവോസ്മി. ഇത് ബ്രഹ്മജ്ഞാനാവലിമാല, ഇത് നിത്യം പാരായണം ചെയ്യേണ്ടതാണ്. ഇവിടെ ഉണ്ട്? ഇല്ല. കേട്ടിട്ടുണ്ട്? ഇല്ല. ശങ്കര ഭഗവത്പാദർ കൃതമായിട്ടുള്ളതാണ്, ജ്ഞാനത്തിൻ്റെതാണ്. അസംഗോഹം 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 പുനഃപുന. ഒരു സംഘവുമില്ല, പറഞ്ഞില്ലേ? ഇത് ഒന്നുമായിട്ട് സംഘമില്ലാത്ത ശുദ്ധ നിർമ്മല ബോധം, അതിനെയാണ് ആത്മാ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഏതുവരെ അറിയുന്നോ അതിനപ്പുറം, അതിനു മുകളിൽ.
ഇതുവരെ ഉച്ഛിഷ്ടമാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ആത്മാവാണ്. ഒന്നിനാലും അറിയപ്പെടില്ല, ഒന്നിനാലും കാണപ്പെടില്ല. ഏതൊരു പ്രകാരത്തിലും അതിനെ വേദിക്കാൻ സാധിക്കില്ല. ഇത് സംഭവം കേൾക്കുന്നില്ല, ഒരു വിധത്തിലും വേദിക്കാൻ സാധിക്കാത്തവരുണ്ട്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ആത്മാവ് ഒന്നിനാലും വേദിക്കാൻ സാധ്യമല്ല, വേദിച്ചാൽ അമൃതത്വം. ഇങ്ങനെ പറയുന്നു. വേദിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കം നടന്നപ്പോൾ അത് ജനകസഭയിലാണ്. ജനകസഭയിൽ വെച്ചിട്ട് അഷ്ടവക്ര മുനിയാണ് കയറി വന്നത്. ഇത് ഈ അഷ്ടവക്ര മുനിയെ പറ്റി പറയുമ്പോൾ പല തരത്തിൽ ഇത് പറയുന്നുണ്ട്. രാജാവിൻ്റെ ഗുരുവായിട്ട് പറയുന്നുണ്ട്, അതേസമയം രാജാവിൻ്റെ സദസ്സിലെ ഒരാളായിട്ട് പറയുന്നുണ്ട്. ഈ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ അഷ്ടവക്ര മുനി ജനകസഭയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അവരുടെ ആ സത്സംഗ സഭയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഗർഭിഷ്ഠനാണ്. അപ്പോൾ ഗർഭിഷ്ഠനായ ഇദ്ദേഹത്തിന് ആ ഗർഭം നടക്കണമെന്ന് ഉള്ള ഒരു കാര്യം മുൻനിർത്തി ഇദ്ദേഹം ഇരിക്കുകയല്ല, കടന്നു വരികയാണ്. അപ്പോൾ ഗാർഗി എന്ന് പറയുന്ന ഒരു അമ്മ, ഒരു യോഗിനി അമ്മ, അവർ പറഞ്ഞു, ഇദ്ദേഹം ഗർവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവമാണ്. അതാണ് ഗർവ്. അറിയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ചോദിച്ചു, ബ്രഹ്മം അവേദ്യമെന്നാണല്ലോ പറയുന്നത്, വേദിച്ചാൽ അമൃതത്വം എന്ന് പറഞ്ഞു. ഇതൊന്ന് വ്യാഖ്യാനിക്കാം. സഭയിലാണ്. അപ്പോൾ പിന്നെ സഭയിൽ ഇവർ പരസ്പരം അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ്, തർക്കങ്ങളാണ്, സുതർക്കങ്ങൾ. പക്ഷേ തർക്കം എന്ന് വെച്ചാൽ ചുമ്മാ അടിപിടിയൊന്നുമല്ല, സുതർക്കങ്ങളാണ്. ഇങ്ങനെയുള്ള സുതർക്കങ്ങൾ നയിച്ചുകൊണ്ട് കേട്ടുകൊണ്ടും നമ്മുടെ ജനക മഹാരാജാവ് ഒരക്ഷരം ഉരിയാടാതെ അങ്ങനെ ഇരിക്കും. അതാണ് ജനക മഹാരാജാവിൻ്റെ സ്വഭാവം. അപ്പം ഇതേ വന്നുകൊണ്ട് ഈ ഗാർഗി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അതിനെന്താ, അതൊന്നുമില്ലല്ലോ. ഉടനെ തന്നെ അദ്ദേഹം കുറച്ച് ഈ വേദതത്വങ്ങളൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു, യോഗിനിയമ്മ പറഞ്ഞു, ഇത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ചുക്ക് പറഞ്ഞോളൂ. അത് ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറയുമ്പോൾ അത് അഷ്ടവക്രമുനി പ്രകോപിതനായവണ് ചെയ്തത്. പക്ഷേ എങ്കിലും ആ സാധ്വിയായ ആ അമ്മയുടെ ഒരു ഇതിൽ ഇദ്ദേഹം ഒന്ന് അടക്കിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയണം. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും അങ്ങ് ഇത് അറിഞ്ഞുകൊണ്ടെന്ന് സംബന്ധിച്ച സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൽ എനിക്കിപ്പോൾ ഒരു അർജൻറ്റുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് പോകണം. അപ്പോൾ ഇവിടെ ഈ സദസ്സിൽ ഇതിനെ അറിയാൻ പിന്നെ കഴിയുന്ന ഒരാളേ ഉള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഈ ജനക മഹാരാജാവാണ്. അതുവരയ്ക്കും എല്ലാവരും ധരിച്ചിരുന്നത് അദ്ദേഹം ശിഷ്യനായിട്ടാണ്. കാരണം ഇവരെല്ലാം വന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുന്നതിന് കേട്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് രാജാവിനെ പറ്റി ധരിച്ചിരുന്നത് എന്താണ്? രാജാവ് ഒരു വിദ്യാർത്ഥി, രാജാവ് ഇതൊക്കെ കേൾക്കുന്ന ഒരാളെന്നാണ് ധരിച്ചിരുന്നത്. പെട്ടെന്നാണ് അഷ്ടവക്രമുനി ഞെട്ടിപ്പോയി. കാരണം ജനമഹാരാജാവ്, കാരണം അദ്ദേഹം പിന്നെ തൻ്റെ ശിഷ്യനല്ലേ. അതിന് ശേഷമാണ് ഈ വേദിക്കുന്ന കാര്യം. വേദിക്കുക എന്ന് വെച്ചാൽ അർത്ഥം വേറൊന്നുമല്ല, ഇതിനെ പ്രത്യക്ഷമായി അറിയണത് എങ്ങനെ, അത് എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു. ഇതാണ് ബ്രഹ്മം അവേദ്യമാണ്, വേദിച്ചാൽ അമൃതത്വം. ഇതാണ് അതിൻ്റെ ഇത്. നിങ്ങൾക്കത് കുറച്ച് ഇതാണ്. ഇതിനെ വേദിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ശാസ്ത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനെ അറിയണ്ടേ, തൻ്റെ ആത്മസ്വരൂപത്തെ അറിയാനല്ലേ നമ്മൾ എത്തിക്കുന്നത്. അതിനകത്ത് ജ്ഞാനമെന്ന് പറയും. ആത്മാവിനെ അറിയുന്നത് ജ്ഞാനം. ഇപ്പം നമ്മളെല്ലാം തൻ്റെ ആത്മസ്വരൂപത്തെ അറിയാതെ ഇരിക്കണം, അത് തന്നെയാണ് അജ്ഞാനം. തന്നെത്താൻ അറിയാതിരിക്കുന്നതേ അജ്ഞാനമെന്ന് ചൊല്ലപ്പെടും. തന്നെ അറിയുന്നതാണ് ജ്ഞാനം. തന്നെ ഉള്ളതുപോലെ അറിഞ്ഞാൽ പിന്നെ തനിക്കൊരു കേടുമില്ല, പിന്നെ ഇതിലൊരു കേടുമില്ല. കേടത്രയും ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട് പിണഞ്ഞതാണ്.
ഇതിനെ അറിയുന്നത് തന്നെയാണ് മുക്തി. തൻ്റെ ആത്മസ്വരൂപത്തെ തന്നെ, ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നായിപ്പോകും, തന്നെ അറിയാതിരിക്കുന്നത് തന്നെയാണ് അജ്ഞാനം. തന്നെ ഉള്ളതുപോലെ അറിയുന്നത് ജ്ഞാനം. ജ്ഞാനം കൊണ്ടാണ് ഈ അജ്ഞാനത്തെ പോക്കടിക്കുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഈ അജ്ഞാനം എന്ന് പറയുന്നത് ഈ അവിദ്യ എന്നാണ് ഇതിനെ പറയുന്നത്. മായയുടെ സ്വരൂപം പറയുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾ ശേഷാം ഗുണമയീമായ, ഇത് മൂന്നും കൂടി ചേർന്നിരിക്കുന്ന ഒരു സ്വരൂപമാണ് മായ എന്ന് പറയുന്നത്. ഇതിൽ ഈ മായയെ നീക്കണമെന്ന് പറഞ്ഞ് ശാസ്ത്രം നിൽക്കുമ്പോഴും ഈ മായയുടെ ഒരംശം നമുക്ക് തൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് ഇരിക്കുകയാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ രജോ ഗുണ തമോ ഗുണങ്ങളാകുന്ന അവിദ്യയെ നീക്കിയാൽ മതി. ഈ സത്വഗുണത്തെ നീക്കണ്ട. സത്വഗുണം, ശുദ്ധ സത്വഗുണത്തിനാണ് ശരിക്കുമായ എന്ന് പറയുന്നത്. അതിൽ രജോ ഗുണ തമോ ഗുണങ്ങൾ അവിദ്യ എന്ന് പറഞ്ഞു. ഈ അവിദ്യയെ മാറ്റിയാൽ മതി. പറഞ്ഞു മനത് സത്വസ്വരൂപം മറ്റ് രണ്ടും വന്ന് കലർന്ന് അവറ്റ മാറ്റിനാൽ പോകും. തനത് സന്മാർഗത്തെ വിടാമൽ ഇരുന്ന പോത് രജോ ഗുണവും തമോ ഗുണവും ശമിക്കും. ഘനപരിണാമം ചലനം പോനാക്കാർ കളങ്കമറ്റ ആകാശം പോൽ ഉന്നുള്ള അപ്പടി അപ്പിരമത്തൊണ്ടായി നിർവികൽപ്പ സമാധിയിലെ നിൽക്കും താനെ. ഇതാണ് കൈവല്യം ഈ സ്ഥലം പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഈ നിർവികൽപ്പ സമാധി ഇതിൽ വരുന്നത്? സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപമാണ്. ഇപ്പം നമുക്ക് എന്ത് പറ്റി? ഈ സമാധി വിഘ്നം ഭംഗപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം വിഷയാകാര വൃത്തികളാണ്. ഈ വിഷയാകാര വൃത്തി നീങ്ങിയാൽ ആത്മാകാര വൃത്തി ഉണ്ടാകുമെന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആത്മാകാര വൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സത്വഗുണപരിണാമം. അപ്പം അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരിക്കലും ഈ വിഷയാകാര വൃത്തി നിരോധിച്ചാൽ ആത്മാകാര വൃത്തി ഉണ്ടാവില്ല. പക്ഷെ വിഷയാകാര വൃത്തി നിലനിൽക്കുന്നിടത്തോളം ആത്മാകാര വൃത്തി വരികയില്ല. പക്ഷേ ഈ വിഷയാകാര വൃത്തി തത്വവിചാരം കൊണ്ട് ഇതിനെ ഉപശമിപ്പിച്ചാൽ ഈ ആത്മാകാര വൃത്തി ഇതിൽ വരും. സാധാരണ നമുക്ക് നിത്യം അനുഭവിക്കുന്ന സുഷുപ്തിയിൽ ഈ വിഷയാകാര വൃത്തിയുടെ ശുദ്ധി സംഭവിക്കുന്നുണ്ട്. കാരണം സുഷുപ്തിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആ വിഷയാകാര വൃത്തി നിരോധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു നിലയാണ് സുഷുപ്തിയിൽ നമ്മൾ നിത്യം അനുഭവിക്കുന്നത്. പക്ഷേ അവിടെ ഈ ആത്മസാക്ഷാത്കാരം വന്ന് കണ്ടിട്ടില്ല. എത്രയോ സുഷുപ്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം മനസ്സ് നിർവിഷയമാകിയാൽ മാത്രം ആത്മസാക്ഷാത്കാരം സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ആത്മാകാര വൃത്തി ഉണ്ടാക്കണമെന്നാണ്. ഈ അഖണ്ഡാകാര വൃത്തിയെ നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കാന്ന് വെച്ചാൽ അർത്ഥം ഈ തത്വവിചാരം ചെയ്ത് ഈ ലോകം പറ്ററുക്കണം. എങ്കിൽ മാത്രമേ ഈ ആത്മാകാര വൃത്തി ഇതിൽ വരുള്ളൂ. ഈ ആത്മാകാര വൃത്തിയിലാണ് തൻ്റെ കൂടസ്ഥ ദർശനം ഇതിൽ വരുന്നത്. കൂടസ്ഥം എന്ന് വെച്ചാൽ പ്രത്യേകാത്മ. കാരണം ആത്മദർശനം ഇതിൽ സാധ്യമാവണമെങ്കിൽ ഈ വിഷയാകാര വൃത്തി, അതായത് ഈ വിഷയസുഖങ്ങളിൽ വരുന്നില്ലേ, ഈ പറഞ്ഞ ഇത് മറ്റേത് മറിച്ചത് ഇങ്ങനെയുള്ള ആ ഒരു വിഷയാകാരമായിട്ടുള്ള ആ വൃത്തി ഇതിൽ കെട്ടടങ്ങണം. അത് കെട്ടടങ്ങുന്നതിന് ഇത് പറയുന്നു, എന്തെങ്കിലും ഒരു ധ്യാനം കൊണ്ടോ ഇതുകൊണ്ടോ നാമജപം കൊണ്ടോ ഇത് കെട്ടടങ്ങിയെന്ന് വരാം. പക്ഷേ ഇവിടെ ബ്രഹ്മാകാരവൃത്തി പഴകാത്തിടത്തോളം ഇതിന് ഒരു സ്ഥിതിയില്ല. ഇപ്പം നാമം ജപിക്കുന്നു, അതുപോലെ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നു. ഈ സമയത്ത് ഈ വിഷയാകാരവൃത്തി നിരോധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് ജ്ഞാനം കൊണ്ടേ ഇത് ഉപശമിക്കുന്നു എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നതെങ്കിൽ ആ പ്രവൃത്തിയുടെ ഇല്ലായ്മയിൽ ഇത് കെട്ടടങ്ങിപ്പോകും. ഇപ്പം നാമം ഇരുന്നുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന കണക്ക് മനസ്സ് അന്യവിഷയങ്ങളിൽ പോകാതെ വേണമെങ്കിൽ നിർവിഷയമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പറയാം. പക്ഷെ നാമജപം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പഴയ കണക്ക് തന്നെ എല്ലാം വന്നു ചേരും. അതുപോലെ യോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാണായാമാദികളെ ചെയ്യും.
കുംഭകം ചെയ്തൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും ആ പ്രവൃത്തി തീർന്ന ഉടനെ തന്നെ വീണ്ടും പഴയ കണക്ക് വിഷയാകാര വൃത്തിയിൽ വന്നു ചേരും. ഇവിടെ ജ്ഞാനം കൊണ്ടെന്ന് പറയുന്നത് ആ ബുദ്ധിവിചാരം കൊണ്ട് ഇതിനെ ഉപശമിപ്പിക്കാം, വിവേകം കൊണ്ട് ഇതിനെ ഉപശമിപ്പിക്കാം. വിവേകം കൊണ്ട് ഉപശമിപ്പിച്ചാൽ പിന്നെ ഇത് തിരിച്ചു വരില്ല. കാരണം നമ്മുടെ ബുദ്ധിവിചാരം ഒരു പ്രവൃത്തിയല്ലെന്നാണ്. അതിനൊരു വ്യയവും ഇല്ല. നമ്മൾ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് സ്വാമി പറഞ്ഞു, അത് ഒച്ചഴിയുന്ന പോലെയാണ് അതിൻ്റെ പ്രവർത്തനം. ഇതെല്ലാം അറിയുന്നത് ഈ ബുദ്ധിയാണ്. പക്ഷേ ഇത് വിവേകം കൊണ്ട് ഈ പറഞ്ഞില്ലേ നിഷ്പ്രപഞ്ചമാക്കിയം ആയാൽ വിവേകം കൊണ്ട് നിഷ്പ്രപഞ്ചമാവണം. നിഷ്പ്രപഞ്ചം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകവുമായിട്ടുള്ള സംബന്ധം ഇപ്പോൾ ഇരിക്കുന്നവരാണ്. ഇതനുസരിച്ച് ഇരിപ്പ് മോനും മോളും വസ്തുവും വീടും പണവും ഇതുമെല്ലാം നമ്മുടെ ഓരോ വിഷയങ്ങളാണ്. ഇത് സംബന്ധിച്ച് അനുഭവത്തിൽ ചെറിയ സുഖമുണ്ട്. അതാണ് വിഷയസുഖം എന്ന് പറയുന്നത്. ഈ ലോക വിഷയങ്ങളെ പറ്റി ഈ മനസ്സിൽ നിൽക്കുന്നത് അതിലിരിക്കുന്ന അല്പസുഖത്തെ അനുഭവിക്കാനാണ്. വേദം പറയുന്നു ഈ അല്പത്തിൽ സുഖമില്ല എന്ന്. അല്പം എന്ന് പറയുന്നത് വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ സുഖമില്ലെന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും ഈ സുഖം തൻ്റെ ആത്മാവിലാണ് ഇരിക്കുന്നത്. വാസ്തവത്തിൽ ആത്മാവാണ് ആനന്ദ രൂപനായിട്ടിരിക്കുന്നത്. ഇത് മഹത്തുക്കൾ ഇങ്ങനെയും പറയും, ശർക്കര കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷേ ആ ശർക്കരയിൽ നിന്ന് കുറച്ചെടുത്ത് മാവിൽ ചേർത്ത് പലഹാരം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് മധുരമായിട്ട് തോന്നും. വാസ്തവത്തിൽ അത് ശർക്കരയുടേതാണ്. ആ മധുരം ശർക്കരയുടേതാണ്, അല്ലാതെ അതിന് പലഹാരത്തിൻ്റെതല്ല. അപ്പം ഇതുപോലെയാണ് വിഷയസുഖങ്ങളിരിക്കുന്നത്. ഇതിൽ നിന്നൊരല്പം ഇതിലോട്ട് ചാലിച്ചാണ് വിഷയത്തിലെ സുഖം നമ്മൾ അനുഭവിക്കുന്നത്. വാസ്തവത്തിൽ വിഷയത്തിൽ സുഖമില്ല. അതുകൊണ്ടാണ് വിഷയങ്ങളെല്ലാം ജഡങ്ങളാണെന്നും ഇത് അനന്ത ജഡ ദുഃഖരൂപമാണെന്നും ആത്മാവ് സച്ചിദാനന്ദ രൂപനാണെന്നും ഒക്കെ പറയുന്നു. സച്ചിദാനന്ദ രൂപൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യം എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇത് ഏതെങ്കിലും ഒന്ന് ഉണ്ടെന്ന് പറയുന്നെങ്കിൽ ഇത് ഈ ആത്മാവാണ്. രണ്ടാമത് സ്വപ്രകാശം, ചിത്തെന്ന് പറയുന്നത് സ്വപ്രകാശം. സ്വയം പ്രകാശമുള്ള ഒന്നുമില്ല ഈ ലോകത്ത്. സൂര്യന് പോലും സ്വയം പ്രകാശം ഇല്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം പറയാം. ഈ സൂര്യനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ആത്മാവ് ഇരിക്കുന്നു. 3, ഇതെല്ലാം ദുഃഖമയമാണ്. പക്ഷെ ആത്മാവോ ആനന്ദ സ്വരൂപനാണ്. ഈ ജഗത്തിൻ്റെ ഈ അനന്ത ജഡ ദുഃഖരൂപത്തെ നിഷേധിക്കാൻ വേണ്ടി ആത്മാവിൽ സച്ചിദാനന്ദം എന്ന് പറഞ്ഞതാണ്. വാസ്തവത്തിൽ സച്ചിദാനന്ദം എന്ന് പറഞ്ഞ ആത്മാവിനെ ഒരു ലിമിറ്റഡ് ആയിട്ട് കാണാൻ വേദത്തിന് താല്പര്യമില്ല. അത് ലിമിറ്റഡ് അല്ല, അത് അൺലിമിറ്റഡാണ്. ഇതിനെപ്പറ്റി പറയാനില്ല. അവാത്മന സഹോദരമായിരിക്കുന്ന ബ്രഹ്മം അത് തന്നെയാണ് കൂടസ്ഥ രൂപമായിട്ട് തൻ്റെ 90 ലക്ഷ്യമായിട്ടിരിക്കുന്നത്. 90 ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം കൂടാണിത്. ഈ തത്വം അസി എന്നാണ് നിങ്ങളുടെ ക്ലാസ്സിൽ അത് വരും. എന്നാലും ആദ്യം തത്താണ് പറയുന്നത്, തല്ലാണ് പറയുന്നത്. എന്നുവെച്ചാൽ തൽ പദത്തിൻ്റെ ലക്ഷ്യാർത്ഥമായിട്ട്. അതുപോലെ ത്വം പറഞ്ഞു, രണ്ടാമത് ത്വം പറഞ്ഞു, ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥമായിട്ട്. പിന്നീട് ഇത് രണ്ടുപേരും ഇവിടെ ഐക്യം, അതാണ് അസിപദം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പരമ്പരയ്ക്ക് മറ്റ് പരമ്പരയിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ത്വം അസിയിൽ ത്വമിനെയാണ് ആദ്യം എടുത്ത് പരിശോധിച്ചിരിക്കുന്നത്. ഈ 90 ലക്ഷ്യമായിട്ട് വന്നാൽ ഈ 40 ലക്ഷ്യമായിട്ട് പിന്നെ വരാൻ പറ്റും. ആ ജീവൻ്റെ വാച്യാർത്ഥത്തെ നിഷേധിച്ച് ജീവൻ്റെ ലക്ഷ്യമായിരിക്കുന്ന കൂടസ്ഥ ദർശനം വന്നാൽ ഈശ്വരൻ്റെ ആ ഉപാധികളെ നീക്കി ആ 40 ലക്ഷ്യമായി വരാൻ പറ്റുന്നു. എന്നിട്ട് ഈ ജീവേശ്വരന്മാരുടെ ഐക്യത്തെയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവബ്രഹ്മങ്ങളുടെ ഐക്യം. ഈ ഐക്യത്തിന് ജ്ഞാനം എന്ന് പറയുന്നു. ഐക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കൂടിച്ചല്ല, അങ്ങനെയല്ല. രണ്ടും ഒന്നും തന്നെ. ഈ ജീവാത്മാവും ഈ പരമാത്മാവും
ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ എങ്ങനെ ഒന്നായി? അത് ബ്രഹ്മം തന്നെ. കാരണം ബ്രഹ്മത്തിൽ ഉപാധി ചേർന്നതാണ് ജീവനും ഈശ്വരനും ഈ ജഗത്തും. ഈ ജഗത്ത്, ജീവൻ, ഈശ്വരൻ ഇതെല്ലാം ഉപാധിയോടുകൂടി നിൽക്കുന്ന ബ്രഹ്മം തന്നെയാണ്. ശാസ്ത്രീയ വശമാണ് ഇതിൻ്റെ പറയുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഇതെല്ലാം ഒന്നാണെന്ന് കാണണം. ഇത് ഒന്നാണെന്ന് കാണുന്നതിലാണ് നമ്മുടെ ഭേദബുദ്ധി നീങ്ങി നമ്മുടെ മനസ്സ് നിർമ്മലമായി സ്വച്ഛമായി ഈ സമാധി ഇതിൽ വരാൻ പോകുന്നു. അപ്പോൾ സമാധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു നിശ്ചലാവസ്ഥയാണ്, നിശ്ചലമായിട്ടുള്ള ഒരു മനസ്സാണ്. അതിനു മുമ്പ് ഈ മനസ്സ് വിഷയാകാരമായിട്ട് എപ്പോഴും വേവറിങ് ആയിട്ടിരിക്കും. അത് മാറി ഈ നിശ്ചലമാകുന്ന ഒരു സ്വഭാവം ഇതിലുണ്ട്. അതാണ് നമുക്ക് സമാധിയായിട്ട് അനുഭവം. തുര്യാവസ്ഥയാണിത്. നമുക്ക് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളും നമുക്ക് നിത്യവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത് 3ഉം അജ്ഞാനത്തിൻ്റെ തന്നെ 3 വിരിവാണ്. അജ്ഞാനം, ഈ അജ്ഞാനത്തിൻ്റെ വിരിവായിരിക്കുന്ന ഈ 3 അവസ്ഥകൾ മാറി ഇതിൽ തുര്യം എന്നുള്ളൊരു അവസ്ഥ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മുടെ യഥാർത്ഥ നില, ഈ തുര്യാവസ്ഥ. ഈ തുര്യം വരാതിരിക്കാൻ കാരണം എന്താണ്? ഇവിടെ ഇപ്പോൾ ഈ മനസ്സ് അടങ്ങി സുഷുപ്തിയിൽ നിർവിഷയമാവുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ആർക്കും കർമ്മങ്ങൾ തീർന്ന് മുക്തി നില വരുന്നില്ല. കാരണം അവിടെ അതൊരു മൂഢാവസ്ഥ ആയതുകൊണ്ടാണ്. ഇവിടെ സുഷുപ്തി, ഉണർവോടുകൂടി സുഷുപ്തി ഉണ്ടാക്കണം. സുഷുപ്തി തന്നെയാണ് ഇവിടെ ആവശ്യം. പക്ഷേ ആ സുഷുപ്തിയിൽ ഒന്നും അന്യവിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു നില, ഇത് അറിവോടുകൂടി വരണം. അങ്ങനെ വരുന്ന ഒരു ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് തത്വവിചാരം ചെയ്ത് ഇത് സൃഷ്ടിക്കണമെന്ന് പറഞ്ഞത്. ഈ അഖണ്ഡാകാര വൃത്തിയെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ശ്രവണം ചെയ്തുകൊണ്ട് പോകുന്നത്. അഖണ്ഡാകാര വൃത്തി എന്ന് വെച്ചാൽ പല രൂപത്തിൽ പറയാം. അത് മനസ്സിൻ്റെ സത്വഗുണമായിട്ട് മനസ്സ് മാറുന്നതിലേക്കാണ് ഇത് പറയുന്നത്. ഈ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ 3 ഗുണങ്ങൾ സംശയമുണ്ടാകും. 3 ഗുണങ്ങളാണ്: സത്വം, രജസ്, തമസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഗുണം മുന്തി നിൽക്കുമെന്നാണ് പറയുന്നത്. ഒന്നീ തമസ് മുന്തി നിൽക്കും, അല്ലെങ്കിൽ തമസ് മുന്തി നിൽക്കുകയാണെങ്കിൽ ഈ രജസും സത്വവും താണു നിൽക്കും, അല്ലെങ്കിൽ രജോ ഗുണം അധികരിച്ച് നിൽക്കും. അപ്പോഴീ തമസും സത്വവും താണിരിക്കും. സത്വഗുണം അധികരിച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം. സത്വഗുണം അധികരിച്ച് നിർത്തുക. സത്വഗുണത്തെ അധികരിച്ച് നിർത്തണമെങ്കിൽ അവർ പറഞ്ഞു ഈ രജോഗുണ തമോ ഗുണങ്ങളെ താഴ്ത്തണം. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ അവിദ്യയെ ഇല്ലാതാക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ രഹസ്യം ഈ സത്വഗുണത്തെ ഉയർത്താനാണ്. ആ സത്വഗുണം വിദ്യയാണ്. ഈ വിദ്യയിലാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രഹ്മവിദ്യയാണത്. അതാണ് നമുക്ക് തൻ്റെ ആത്മസാക്ഷാത്കാരത്തെ ചെയ്യുന്നത്. എന്നാൽ അത് വേണോ എപ്പോഴും എന്ന് ചോദിച്ചാൽ അത് വേണ്ട. കാരണം ഈ സാക്ഷാത്കാര ജ്ഞാനം വരുന്നത് വരെ ആ വൃത്തിക്കും ഇവിടെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ അഖണ്ഡാകാര വൃത്തിയും വേണ്ട. തൻ്റെ വസ്തുബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല ഇതിന്. ഇത് മഹത്തുക്കളെല്ലാം ഇതൊന്നുമില്ല. അവർ ഈ പറയുന്ന വസ്തു നിലയിൽ തന്നെ എപ്പോഴും സദാ വരുന്നു. അവർക്ക് ഈ പറഞ്ഞ ഒരു ജോലിയും ചെയ്തിട്ടല്ല, സത്യം തിരിച്ചറിഞ്ഞു. ഇതാണ് സത്യം. നമ്മൾ വാസ്തവം പറഞ്ഞാൽ വാസ്തുക്കൾ പറയണത് എങ്ങനെയാണ്? കഷ്ടം, ദുഃഖിക്കുന്നു, കഥയില്ലാതെ ദുഃഖിക്കുകയാണ്. ഈ ലോക വ്യാപാരങ്ങളെ സത്യമെന്ന് എണ്ണി അതിൻ്റെ ഇല്ലായ്മയും വരവും പോക്കും കൊണ്ട് സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത് നമ്മളിതിൽ കഴിയണം. ഈ സുഖവും ദുഃഖവുമാണ് ഇതിൽ ദ്വന്ദ്ങ്ങളായിട്ട് നിന്നിട്ട് ഈ ദ്വന്ദ്ങ്ങളും ത്രിപുടികളും എന്നാണ്. ത്രിപുടി എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റിയുള്ള കാണുന്നവനായിട്ട് നിൽക്കുന്നു, കാഴ്ചയായിട്ട് നിൽക്കുന്നു, അറിവായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഈ രൂപത്തിലെല്ലാം ഈ മനസ്സ് തന്നെ ഇതിൽ കിടന്നിങ്ങനെ കളിക്കുന്നതിന് താൻ കേവലം സാക്ഷിയാണെങ്കിലും അതിന് തിരിച്ചറിയുന്നു. എല്ലാത്തിനും സാക്ഷി, ഇതിനെല്ലാത്തിനും സാക്ഷി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ചേരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അഖണ്ഡ ബോധമാണ് നമ്മളുടെ സ്വരൂപം. ഈ ബോധമാണ് വാസ്തവത്തിൽ എപ്പോഴും ഉള്ളത്.
ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളിൽ നമുക്ക് ഈ ലോകത്തെ നിരീക്ഷിച്ചാൽ ഈ ലോകം ജാഗ്രാവസ്ഥയിൽ തോന്നുന്നു, സ്വപ്നാവസ്ഥയിൽ ഇതിൻ്റെ ഒരു സൂക്ഷ്മ ലോകം തോന്നുന്നു, സുഷുപ്താവസ്ഥയിൽ ഈ ലോകത്തിൻ്റെ പൂർണ്ണമായ വിലയം തോന്നുന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ആത്മാവ്, അല്ലെങ്കിൽ ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ആത്മ കേവലമായിട്ട് ഇതിൽ നിൽക്കുകയാണ്. കേവല ബോധം, കേവല നില തോന്നാമൽ കെടുത്തത് പഞ്ചകോശം. ഈ കോശങ്ങളാണ് ഇതിനെ കെടുത്തിരിക്കുന്നത്. ജീവനും ജഗത്തുമായി ജനിത്ത വിക്ഷേപമല്ലോ. ഇങ്ങനെ ഈ കൈവല്യം എന്ന് പറയുന്നത് സകല സംശയങ്ങളും തീർക്കുന്ന ഒരു ശാസ്ത്രമാണ്. കൈവല്യ നവനീതം ഇതാണ് നമ്മളുടെ മൂലഗ്രന്ഥം. ഗുരുദേവൻ ഇതിനെ ഉപദേശിക്കാൻ വേണ്ടിയാണ് പ്രകരണങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. പ്രകരണങ്ങളെല്ലാം വാസ്തവത്തിൽ കൈവല്യ നവനീതം എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം അതിലോട്ട് വരുമ്പോൾ എല്ലാം സംശയരഹിതമായിട്ട് അറിയാൻ സാധിക്കും. ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. മനസ്സിലായിക്കോണം. നമ്മൾ ഈ അനലൈസേഷൻ എന്തിന് ചെയ്യുന്നു വെച്ചാൽ ഈ ആത്മനിർണയം ചെയ്യണം. ആത്മാവിനെ അറിയാതിരിക്കുന്നതല്ലേ, തന്നെ അറിയാതിരിക്കുന്നതാണല്ലോ അജ്ഞാനം. അങ്ങനെയാണെങ്കിൽ തന്നെ അറിയുന്നത് തന്നെ ജ്ഞാനം. ആ തന്നെ അറിയുന്നത് എന്നുള്ള പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് 4 തരത്തിൽ നിർണയം ചെയ്തിരിക്കുകയാണ്. നമ്മൾ വായിച്ചതാണ്, ഞാൻ ഒന്നുകൂടെ പറയണത്. അതിൽ ഒന്നാണ് ഈ ശരീരത്രയ വിലക്ഷണനാണ് ഈ ആത്മാ. അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണ് ഈ ആത്മ. അല്ലേ പറഞ്ഞില്ല? 3 അവസ്ഥ വന്നിട്ട് പോകുന്ന 3 അവസ്ഥയും മാറിപ്പോകുന്നു. ഇതിൽ വരുന്ന 3 ജീവന്മാരാണ്. ഒന്ന് ജാഗ്രാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും. ജാഗ്രാവസ്ഥ ജീവനാണ് ചിതാഭാസം. സ്വപ്നാവസ്ഥയിലുള്ള ജീവൻ്റെ പേരാണ് തൈജസൻ. അതുപോലെ സുഷുപ്തിയിലുള്ള ജീവൻ്റെ പേരാണ് പാരമാർത്ഥി. ഈ 3 ജീവന്മാർക്കും 3 ഈശ്വരന്മാരും ഉണ്ട്. ജീവനും ഈശ്വരനും. ജീവൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് വ്യത്യാസം വെഷ്ടി സമഷ്ടി എന്നുള്ളതാണ്. ജീവൻ വെഷ്ടി എന്ന് വെച്ചപ്പോൾ ഒരു മരം, വനം എന്ന് പറയുന്നത് മരം എന്ന് പറയുമ്പോൾ കുറേ മരങ്ങൾ ചേർന്നത് ഒരു വനം. വാസ്തവത്തിൽ സിംഗുലർ പ്ലൂറലോ എന്ന് പറയാനും ഒക്കില്ല. ഇങ്ങനെയാണ് ഒരു വെച്ചിരിക്കുന്നത്. ജീവനെന്ന് പറയുന്നത് ഈ പറഞ്ഞ വെഷ്ടി, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സമഷ്ടി. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വര ജീവന്മാർ വെഷ്ടി സമഷ്ടി രൂപമെന്ന് മാത്രമേ ഉള്ളൂ. ജീവൻ്റെ ഉപാധികളെന്ന് പറയുന്നത് കിഞ്ചിഞ്ചത്വാദി ഉപാധികളാണ്. കേട്ട് വയ്ക്കണം, കുഴപ്പമില്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ ടേംസും ഇതെല്ലാം നമുക്ക് പിന്നീടുള്ള പാഠങ്ങൾക്ക് കേട്ടിരുന്നാൽ നമുക്കത് ഉപയോഗപ്പെടും. ഇത് കൈകാര്യം ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ടെക്നിക്കൽ ടേംസുകളാണ്. ഇത് ഒരെണ്ണം തന്നെ വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ടേംസിൽ എന്ത് പറയാൻ പറ്റും? അതിനെപ്പോഴും ഇങ്ങനെ ഡെറിവേറ്റ് ചെയ്യാൻ ഒക്കില്ല. കൂടസ്ഥൻ, ജീവൻ, പ്രത്യേകാത്മാ, ബ്രഹ്മം, ഇതെല്ലാം അതിൻ്റെ ഒരു രൂപത്തിൽ നമുക്കൊന്ന് ഒരു ഐഡിയ തന്നെയാണ്. വാസ്തവത്തിൽ ഇതൊന്നും വേണ്ട സ്വാമി. എല്ലാം ഉപേക്ഷിച്ച് ഒരാഗ്രഹമില്ലാതെ കഴിഞ്ഞാൽ അത് തന്നെ മതി. അങ്ങനെ കഴിയാൻ പറ്റുമെങ്കിൽ ഈ ശാസ്ത്രത്തിൻ്റെ പോലും ആവശ്യമില്ല. അതല്ലേ സന്യാസികൾക്ക് പ്രത്യേകിച്ച് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയാൻ കാരണം അവരെല്ലാം വിട്ടു. നമ്മൾ ഗൃഹസ്ഥന്മാർക്കും മറ്റാളുകൾക്കും എന്താണ് ഇതൊക്കെ എങ്ങനെ വിടും? അത് വിടാൻ പറ്റുമോ അവർക്ക്? കഠിനം. പക്ഷേ ആ കഠിനമായിട്ടിരിക്കുന്ന എന്താണ് കാരണം? ഈ ലോകം സത്യമെന്ന് വിചാരിച്ചതാണ്. ഈ ദേഹമാണ് ഞാനെന്ന് വിചാരിച്ചതാണ്. ഈ ദേഹമാണെന്ന് ഞാനെന്ന് വന്ന അജ്ഞാനം കൊണ്ട് ഈ ലോകം സത്യമെന്നുള്ള ഒരു ബുദ്ധി, ഒരു എണ്ണം വന്നുപോയി. ഈ ലോകമാണ് തന്നെ രക്ഷിക്കുന്നതെന്നുള്ള ഒരു ബുദ്ധി ഇതിൽ വന്നുപോയി. ഈ ലോകമാണ് തന്നെ രക്ഷിക്കുന്നതെന്നുള്ള രീതിയിൽ ലോകത്തിനോട് ഒരു പ്രത്യേക സ്നേഹം, ഇതാണ് പറ്റെന്ന് പറയുന്നത്. ഇതിനെ നിഷേധിച്ചാലല്ലാതെ തൻ്റെ മനസ്സടങ്ങി, അല്ലേ? നേരത്തെ പറഞ്ഞ എന്തിനാണ് പിന്നെ നിഷ്കാമകർമ്മ പുണ്യത്താൽ അന്ധകരണം ശുദ്ധമാകും. ഈ അന്ധകരണം ശുദ്ധമായാൽ അതിന് സാധനചതുഷ്ടയ സമ്പത്തി ഉണ്ടാവും. സാധനചതുഷ്ടയ സമ്പത്തി പൂർണ്ണമായാൽ അതിൽ ഒരു സദ്ഗുരുലാഭം വരും. സദ്ഗുരുലാഭം വന്നാൽ അത് ശ്രവണം ഉണ്ടാവും. ശ്രവണം, മനനം, നിധിധ്യാസനം.
ആദ്യം ശ്രവണം എന്ന് വെച്ചാൽ കേൾക്കൽ, കേവലം ശ്രവണം. കേവല ശ്രവണം കൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം വരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ മനന നിധിധ്യാസനങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ശ്രവണത്തിന് വിശ്വാസം വരില്ല. ഇത് ചിലർക്ക് അതെങ്ങനെ അത് ശരിയാവില്ല എന്നൊരു, അപ്പോൾ അവർക്ക് മനനം ചെയ്യണം. ഇതിൽ സംശയം വരുന്നവർക്ക് അത് മനനം ചെയ്യണം. മനനം ചെയ്ത മനനത്തിൻ്റെ അവധിയിൽ ഇതിൽ നിധിധ്യാസനം ഉണ്ടാവും. നിധ്യാസനം വെച്ചാൽ ഇരുപ്പാണ്. എങ്ങനെയാണ്? നിഷ്പ്രപഞ്ചമായ ഒരു ഇരുപ്പ്. ഇതാണ് സമാധി. നിഷ്പ്രപഞ്ചമായ ഇരിപ്പ്. ഇപ്പം എങ്ങനെ ഇരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നോക്കി അറിയും എങ്ങനെയാണ് ഇരിക്കുന്നത്. മനസ്സ് ചിലപ്പം പലയിടത്തൊക്കെ ആയിരിക്കും. പിന്നെ ഇതാണ് ഇങ്ങനെ ഈ ഇരിക്കുന്ന ഇതിനെ എല്ലാം കൂടെ ഏകോപിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ ആവശ്യം. മനസ്സാ വാച കർമ്മണ, ത്രികരണ ശുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വര ആരാധനകളാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, ജലം കുടിക്കുന്നില്ലേ, ഇതെല്ലാം ഈശ്വര ആരാധനയാണ്. നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാം ഈശ്വരാരാധനയാണ്. പക്ഷേ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിലാണ് അത് തെളിയേണ്ടത്. മനസ്സാ വാച കർമ്മണം. ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മന്ത്രം ചൊല്ലുമല്ലോ, ഇത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ആത്മോ ബ്രഹ്മണാഹൃതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. നമ്മൾ ഈ ചൊല്ലുന്നത് എന്ന് വെച്ചാൽ ബ്രഹ്മാർപ്പണമായിട്ട്, വാസ്തവത്തിൽ ഇതെല്ലാം അർപ്പണത്തിൽ ഒരു അർപ്പണം എന്ന് വെച്ചാൽ അത് ഈശ്വരൻ്റെ ഒരു പൂജയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? മറ്റൊരു കാര്യവും ചിന്തിക്കാതെ കേവലം അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യണം. ഏകാഗ്രമായിട്ട് കർമ്മം ചെയ്യുന്ന ഏത് കർമ്മവും ഈശ്വരപരമായിട്ടുള്ള ഈശ്വരോന്മുഖമായി തീരും. നമ്മളിപ്പോൾ നാമം പറയുന്നത് മാത്രമൊന്നും അല്ല ഈശ്വര കർമ്മം എന്ന് പറയുന്നത്. എല്ലാ കർമ്മങ്ങളും ഈശ്വര കർമ്മങ്ങളായിട്ട് നമ്മുടെ ചിന്മയസ്വാമി പറയുന്നു. പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനസ്സാ വാച കർമ്മണ യോജിപ്പിച്ച് ചെയ്താൽ അത് ഈശ്വര ഭജനമാണ്. നമുക്കിവിടെ ആവശ്യം അതല്ലേ? മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും വിഘടിച്ച് നിൽക്കുന്നതാണ് കാപട്യം. നമ്മൾ സ്വാമി പറയും കപടയതിക്ക് കരസ്ഥമാകുകയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമി പറയും എന്താണ് ഈ മൂന്നും വിഘടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ത്രിപുടിയായിട്ട് സ്വാമി ഇതിനെ കൊണ്ടുവന്ന് ത്രിപുടി കൊണ്ട് ചേർത്ത്. ഈ ത്രിപുടിയായിട്ട് പറഞ്ഞുകൊണ്ട് ത്രിപുടി മുടിഞ്ഞു പൊലിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുന്നു. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ പറയുന്നത് തന്നെ പ്രവർത്തിക്കണം. ഈ മൂന്നും ഒരുമിച്ച് എപ്പോൾ വരാൻ സാധിക്കുന്നുവോ അപ്പോൾ നമുക്ക് ഇത് തെളിയും. മനസ്സിലായി സാർ? ജീവിതം എന്ന് പറഞ്ഞാൽ ഡിപ്ലോമസിയാണ്. ഡിപ്ലോമസി എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അറിയാം. സാറും ഞാനും എല്ലാം ആ ഡിപ്ലോമസിയിലാണ് ജീവിക്കുന്നത്. നമുക്കൊരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി കാമ്യമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ ആശ്രമത്തിൽ വരുന്നത് തന്നെ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ കാണും. അത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ നോക്കണം, ഓരോ കാര്യങ്ങളിൽ ആ വരുന്ന ഏകാഗ്രതയുടെ ഒരു പങ്കം നമുക്ക് കാണാം. മനസ്സാ വാച കർമ്മണ അർപ്പണത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വര പൂജയാകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാം ഈശ്വര പൂജയാക്കി മാറ്റാൻ പറ്റുമല്ലേ? അങ്ങനെ ആക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സത്യത്തെ ഏകാഗ്രതയുണ്ട്. പക്ഷേ സംസാരിക്കാൻ പാടില്ല. ഒക്കെ വളരെ ഇതായിട്ട് മൗനമായിട്ട്. സ്വാമി ഈ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തന്നു. ഈ ഇടത്ത് കൈ ഒരു കാരണവശാലും അത് ഇങ്ങനെ വെച്ചേക്കണമെന്നാണ് പറഞ്ഞു. അതിങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞ കാരണം ഈ ആത്മാവല്ല ഇത് ആഹരിക്കുന്നത്, ഇത് ഈ പ്രാണനാണ് ഈ വിശപ്പും ദാഹവും ഒക്കെ ഈ പ്രാണനാണ്. ആ പ്രാണന് വേണ്ടിയിട്ടാണ് ഇത് ഭക്ഷിക്കുന്നത്. താൻ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് താൻ ഇതുമായിട്ട് ഒരു സംബന്ധവുമില്ല. ഇത് തിരിച്ചറിഞ്ഞ് ഏകാഗ്രമായിട്ട് ഇത് ചെയ്യുമ്പോൾ അത് ഈശ്വര പൂജയാവും, തൻ്റെ നിഷ്ഠയാവും. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ട് ഫലവത്താകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ശ്രവണം പോലും ഫലവത്താവാതെ ഇരിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, മനസ്സ് വാച കർമ്മണ യോജിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് മൂന്നും കൂടെ യോജിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അപ്പോൾ ഫലമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിമിഷം ജ്ഞാനത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദീർഘകാലം എന്തോ ചെയ്ത് സമ്പാദിക്കുന്നതല്ല.
അത് പറയുന്ന ആക്കറക്കും അന്നേരം അമ്പ് വീഴും അന്നേരം, ആക്കറക്കും അന്നേരം അമ്പ് വീഴും അന്നേരം. നമ്മൾ പലത് കേട്ടു, പക്ഷേ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിമിഷം മനസ്സാ വാച കർമ്മണ ഇത് യോജിപ്പിച്ച് ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇത് ജ്ഞാനമോടെ വലിക്കുമെന്നാണ്. അമൃതത്വം ഹി വിന്തതി, ഈ അമൃതത്വത്തിനെയാണ് പറഞ്ഞില്ലേ. ഗാന്ധി ചോദിച്ചു അത് വേദിച്ചാൽ അമൃതത്വം, അപ്പോൾ അതിൻ്റെ ഒരു വിവക്ഷ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ജനമോഹനരാജ ഇതിനെപ്പറ്റി ദീർഘമായൊരു ടോക്കുണ്ട്. അത് നമുക്ക് ഒരിക്കൽ അത് നമുക്ക് വായിക്കാം. നമ്മുടെ ഉണ്ട് ഇതെല്ലാം ഇതാണ്. അപ്പോൾ ഇതിനെ വേദിക്കാന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയാൻ സാധ്യമല്ല. കാരണം അറിയണമെങ്കിൽ ആർക്കറിയാൻ പറ്റും? അങ്ങനെ അറിയാൻ ശ്രമിച്ച അനവസ്ഥ എന്നുള്ള ദോഷം ഇതിൽ വരും. അറിയാൻ ശ്രമിക്കേണ്ട, അതിനറിയണ്ട. അതാണ് നാം. ഇതൊരു അമരലാണ്. പക്ഷേ ഇതിൽ തോന്നിയിരിക്കുന്ന, ഇതിൽ ആരോപമായിരിക്കുന്നതിനെ നിഷേധിച്ച് ഇതിനൊരു പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെ നിൽക്കുന്നത് തന്നെയാണ് ധ്യാനം. വിഷയങ്ങളെന്ന് പറഞ്ഞാൽ കേവലം ആരോപങ്ങളാണ്. ഈ ആത്മാവിൽ തനിക്ക് തോന്നണതല്ലേ, തനിക്കാണ് ഇതെല്ലാം തോന്നി. ഈ ലോകം തോന്നിയിരിക്കുന്നത് തനിക്കാണ്. താനാണ് ഇതിൻ്റെ മുഖ്യം. താനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതാണിപ്പോൾ വിളക്കമായിട്ട് നമുക്ക് തോന്നുന്നത്. ലോകം വിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ താൻ വിളങ്ങുന്നു എന്നാണ് അർത്ഥം. സ്വാമി പറയും, ഈ ആരോപത്തിൻ്റെ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട് സ്വാമി. ആരോപം എന്ന് പറഞ്ഞാൽ ധർമാധർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണതാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മമാവും, ധർമ്മം ധർമ്മിയാവും. ഇപ്പം കയറിനെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, കയറിൽ തോന്നിയിരിക്കുന്ന പാമ്പ്, നമുക്കറിയാം പാമ്പ് അതിൽ ഇല്ലാത്തതാണ്, കയറ് ഉള്ളതുമാണ് അല്ലേ? കയറാണല്ലോ ഉണ്ടായിരുന്നത്, ഉള്ളത് അതാണല്ലോ, അതിലാണ് പാമ്പിന് തോന്നിയത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കയറിൻ്റെ ഉണ്മയെ പാമ്പെടുത്തിട്ട് പാമ്പുള്ളതുപോലെ തോന്നിക്കൊണ്ടിരിക്കും. പാമ്പിൻ്റെ ഇല്ലായ്മയെ കയറ് സ്വീകരിച്ചുകൊണ്ട് കയറില്ല എന്ന് വിളങ്ങിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത് കയറാണ്. പക്ഷേ ആരോപം കൊണ്ട് ഈ ധർമാധർമ്മങ്ങൾ ഇങ്ങനെ പരസ്പരം വിപരീതമായി പോയി. അതുകൊണ്ട് ചിന്മയസ്വാമി നമുക്ക് പറഞ്ഞു തന്നു, ഈ ലോകമുണ്ടെന്ന് പറഞ്ഞാൽ നീ ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഞാൻ ആരാണെന്ന് അന്വേഷിക്കണം. സാറേ, അത് കണ്ണാണോ? അത് ഈ പറയുന്ന മനസ്സാണോ? അത് ബുദ്ധിയാണോ? അതിനാണ് അന്വേഷണം. ഇതാണ് ആത്മാന്വേഷണം. ഇതിന് തികഞ്ഞ് വരുമ്പോൾ ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് ഇത് സംഭവിക്കും. ഈ നിർവികൽപ്പ സമാധി സംഭവിച്ചാൽ അതിൻ്റെ പ്രതിഭിജ്ഞാ രൂപമായിട്ട് ഈ ജ്ഞാനം ഇതിൽ ഉദയമാവുകയാണ്. നിർവികൽപ്പ സമാധിയിൽ ഒന്നുമില്ല, അവിടെ ഒരു വക ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്ന് വരുന്ന ആ പ്രതിഭിജ്ഞ സംസ്കാരത്തിന് ഈ കർമ്മങ്ങളെല്ലാം എരിച്ചു കളയാനുള്ള ശക്തിയുണ്ട്. കർമ്മം ആണ്ടക്കെട്ടുകളെന്നല്ലേ സ്വാമി പറയുന്നത്. എത്രയോ കോടാനുകോടി ജന്മം എടുത്തു കഴിഞ്ഞു ഓരോരുത്തരും. ഇതിലിരുന്നെല്ലാം അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ കെട്ടുകളാണ് ഈ കാരണശരീരമായിട്ട് ഇരിക്കുന്നത്. ഇതിനെല്ലാം ഒരു ജ്ഞാനാഗ്നി മതി. വലിയ കെട്ടുകളാണെങ്കിലും പഞ്ഞിക്കെട്ടുകളെന്നാണ്. നമുക്കറിയാം, പഞ്ഞിയിൽ ഒരു ചെറിയ തീപ്പൊരി വീണ അതിരുന്ന് പുകഞ്ഞ് എരിഞ്ഞ് കംപ്ലീറ്റ് ഇല്ലതാണ്. ഇതുപോലെയാണ് ഒരു സമാധി പോരാ. സമാധികൾ കൂടെ സമാധിയെ ഉണ്ടാവും. ഇവരൊക്കെ കണ്ടില്ലേ, സ്വാമിമാരിയ്ക്കുന്നില്ല, അവർ സമാധി രൂപമായിട്ടിരിക്കുകയാണ്. അവർക്ക് അവർക്കൊന്നും ആഗ്രഹമില്ല. മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വിചാരിച്ചോളണം, ഉണർന്നിരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ സമാധിയാണ്. മനസ്സ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ആഗ്രഹത്തോടു കൂടി ഇന്ദ്രിയങ്ങൾ വഴി മനസ്സ് വെളിപ്പെടണം. അതിനെയാണ് നമ്മൾ പറയുന്നത് ബഹിർമുഖ വൃത്തി എന്ന് പറയുന്നത്. ബഹിർമുഖമായിട്ട് പോകാതെ ഈ മനസ്സിനെ അന്തർമുഖമാക്കണം. സ്വാമി ഇതിനൊരു കഥ ഇങ്ങനെ പറയുമായിരുന്നു, അത് ഞാൻ ഓർത്തുകൊണ്ട് വരികയാണ്. നമ്മൾ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സ്വാമി പറയുന്ന ഒരു കഥയല്ല, ഒരു സംഗതി ഇതാണ്. സ്വാമി പറയും, ഈ കപ്പലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കപ്പലിൽ നിർത്തുന്നത് എങ്ങനെയാണ്? സന്തോഷം നങ്കൂരിടുമെന്നാണ് പറയുന്നത്. നങ്കൂരിടുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് വലിയ ഗുണ്ടുകൾ എടുത്ത് അത് വെളിയിലോട്ടിടുമെന്ന്. അപ്പം അതിൽ ഒരു കയർ കടുപ്പിച്ചിരിക്കുന്ന ഗുണ്ടുകൾ, വലിയ ഭാരമേറിയ ഗുണ്ടുകൾ,
ഇതെടുത്ത് വെളിയിലോട്ടിടുമ്പോൾ ഈ കപ്പൽ അവിടെ നിൽക്കും. കപ്പൽ നിർത്തി ആക്സിലറേറ്റ് നിർത്തി കഴിഞ്ഞാലും കപ്പൽ ചുമ്മാ നിൽക്കണമെങ്കിൽ നിൽക്കില്ല. ഈ ഗുണ്ടുകളെ എടുത്ത് ഇതാണ് നങ്കൂരം അടിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് കപ്പൽ. സ്വാമി നമ്മളോട് പറഞ്ഞത് ഇത് നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാകാൻ വേണ്ടിയാണ്. നങ്കൂരമിട്ട കപ്പൽ പോലെയാണ്, മുമ്പോട്ട് പോകാനൊക്കാതെ നിൽക്കുന്ന കപ്പൽ പോലെയാണ്. പിന്നെ ഈ കപ്പൽ മുമ്പോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നങ്കൂരങ്ങൾ പിൻവലിക്കണം. ഇതുപോലെ മനസ്സ് തൻ്റെ ആത്മസ്വരൂപത്തിലേക്ക് പ്രയാണം ചെയ്യണമെങ്കിൽ ഈ വൃത്തികളാവുന്ന നങ്കൂരങ്ങളെ പിൻവലിക്കണം. ഓരോ വൃത്തികളും ഇതിൽ ഓരോ നങ്കൂരങ്ങളാണ്. നങ്കൂരം എന്ന് വെച്ചാൽ അതിന് പിന്നെ ആക്സിലറേഷൻ കൊടുത്താൽ അത് മുമ്പോട്ട് പോവില്ല. നമ്മൾ എന്തെല്ലാം കേട്ടാലും ഏതെല്ലാം രൂപത്തിൽ നമ്മൾ ചെയ്താലും നമുക്കെന്താണ് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ നങ്കൂരമായിട്ടിരിക്കുന്നതിനെ റിലീസ് ചെയ്യുന്നില്ല. ലോകപ്പറ്റ് മാറണം. ഇത് മാറ്റുന്നതിലേക്കാണ് അവർ പറഞ്ഞത്. ഈ പദ്യം പറഞ്ഞില്ലേ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര അനേന വേദ്യം സത്ശാസ്ത്രം ഇത് വേദാന്തം ഡിണ്ടിമ. ഡിണ്ടിമ എന്ന് അർത്ഥം അറിയാം. പെരുമ്പറ കൊട്ടി മുഴക്കിയിരിക്കുകയാണ്. ആര്? വേദം പെരുമ്പറ കൊട്ടി മുഴക്കിയിരിക്കുകയാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ. ഈ ജഗത്ത് മിഥ്യയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു മിഥ്യ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ മിഥ്യ എന്ന് നമ്മൾ പറഞ്ഞു. മിഥ്യ എന്ന് പറഞ്ഞാൽ മലടി മകലം പോലെ ഇല്ലാത്തതാണ്, കയറിൽ പാമ്പ് പോലെ ഇല്ലാത്തതാണ്, മരുഭൂമിയിൽ ജലം പോലെ ഇല്ലാത്തതാണ്. ഈ മൂന്ന് രൂപത്തിൽ പറയാൻ കാരണം മലടി മകനെ പോലെ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇല്ലേ ഇല്ല, അങ്ങനെ ഒന്നില്ല. മലടി പ്രസവിക്കില്ല, മച്ചി പ്രസവിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, ഇല്ലേ ഇല്ല. കയറിൽ പാമ്പ് പോലെ. കയറിൽ പാമ്പ് കുറച്ച് സമയം തോന്നും. അതെന്ന് വെച്ചാൽ അത് ആ മന്ദാന്തകാലത്തിൽ അതിൽ വന്ന ഒരു ആരോപണമായിട്ട് അത് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയം സത്യം പോലെ തോന്നും. പക്ഷേ ടോർച്ച് കൊണ്ട് അടിച്ചാൽ ആ പാമ്പ് അഭാവമാവും. അപ്പം ആ ഒരു ചെറിയ സമയം അതിൽ കാണുന്നില്ലേ, അതും മിഥ്യയാണ്, ഇല്ലാത്തത് തന്നെയാണ്. മൂന്നാമത് മരുഭൂമിയിൽ ജലം ഇല്ലെന്നറിഞ്ഞവനും പിന്നെയും ആ പ്രതീതിയുണ്ട്. എന്നാൽ അവനറിയാം മരുഭൂമിയിൽ ആ വെറും തോന്നലാണ്, കഥയില്ല, അതിൽ ജലമില്ല. ഈ രൂപത്തിൽ ഈ പ്രപഞ്ചം മിഥ്യയെന്ന് വേദം സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപിച്ചിട്ടാണ് നമ്മുടെ മനസ്സിനെ അടക്കി സത്വഗുണപ്രധാനമാക്കി അഖണ്ഡാകാര വൃത്തി ഏർപ്പെടുത്തി ഈ ഗൂഢസ്ഥ ദർശനത്തെ കൊണ്ടുവരണം. ഗൂഢസ്ഥ തൻ്റെ ആത്മസാക്ഷാത്കാരത്തെ കൊണ്ടുവരണം. പ്രോസസ്സ് സിമ്പിളാണ്. നമുക്ക് എത്രത്തോളം ലോകപ്പറ്റുണ്ടോ, സന്തോഷം സമയമായോ, എത്രത്തോളം ലോകപ്പറ്റുണ്ടോ അത്രത്തോളം ഇതിൽ ഈ നങ്കൂരത്തിൻ്റെ ശക്തി കൂടുതലാണ്. ഈ നങ്കൂരം പിൻവലിക്കാൻ അത് ഓരോന്നായിട്ട് പിൻവലിക്കുകയാണ്. ഇതിൽ എത്രയോ ഗുണ്ടുകളാണ് ഇട്ടേക്കുന്നത്. പല പല വൃത്തികളല്ലേ. കൈവല്യം പറയുന്നത് പൊന്നില മാതരാശൈ പൊരുന്തിനർ, പൊന്ന് നിലം മാതർ, ഇങ്ങനെ 3 രൂപത്തിൽ ഇതിനെ പറഞ്ഞു. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയപ്പൊരുന്തിനർ, ഇതിനോട് ആശയുള്ളവരുടെ ഉള്ളം തന്നിൽ അന്തരത്തിൽ. അപ്പം അതിവിടെ സാക്ഷിയെ ആത്മാവിനെ വേർതിരിച്ച് കാണിക്കുകയാണ്. ജീവസാക്ഷി മാത്തിരമായി നിൽക്കും. ഇത് പൊരുന്തിനാലും പൊരുന്താതിരുന്നാലും ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ അന്തരത്തിൽ ജീവസാക്ഷിയായിട്ടിരിക്കുന്നത് ഈ ആത്മാവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കതിലേക്ക് പ്രയാണം നമ്മൾ പറഞ്ഞ സമയത്തും അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ പ്രോസസ്സ്. പക്ഷേ ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ധ്യാനവാദികൾ ഇതിൽ തുടരേണ്ടത് എന്ന് പറഞ്ഞതാണ്. അല്ലാതെ നമുക്കിതിൽ ഒരു പ്രാപ്തി ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ജലവും ജലവും അഗ്നിയും കൂടെ ഒരു കയ്യിലെടുത്ത് വയ്ക്കാൻ പറ്റും? അത് പറ്റില്ല. അതുപോലെയാണ് ഇത് രണ്ടും കൂടെ പറ്റില്ല. ഒന്നിനെ വിട്ടാലേ പറ്റും. ആ വിടുക എന്നുള്ളതാണ് നമ്മൾ വിവേകം കൊണ്ട് അറിയാനുള്ളതെന്ന് സ്വാമി. ഇത് ആ വിടുക എന്നുള്ളിടത്താണ് ഇതിൻ്റെ സാധ്യം വരുന്നത്. വലുതായിട്ട് വിടണ്ട, മക്കളെ പറ്റി സ്മരിക്കാതെ ഇരിക്കേണ്ട, അല്ലാതെ തൻ്റെ വസ്തു തൻ്റെ ധനോ സ്മരിക്കാതിരിക്കണം. അതിലൊക്കെയുള്ള ആ ഒരു നിസ്സാരത്വം അത് തുച്ഛമാണെന്ന്. എന്തിനു തുച്ഛം നാരായണതേ, അതൊക്കെ തുച്ഛമാണ്. കാരണം ഈ വാർദ്ധക്യമൊക്കെ ആയി ഇനിയിപ്പം എത്ര കാലം എത്ര പിടിച്ചു വെച്ചിരുന്നാലും ഇതെല്ലാം വിട്ടു പോകേണ്ട ഒരു സമയമാണല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? അതാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വിവേകത്തോടു കൂടി ഇതിനോടൊക്കെയുള്ള ആ പറ്റ്
എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം കുറച്ച് വരാം. ഇതാണ് ആ നങ്കൂരം നേരത്തെ പറഞ്ഞത്. ഇതുപോലെയുള്ള അനവധി ആഗ്രഹങ്ങളും എന്തൊക്കെയോ കാര്യങ്ങളും സംബന്ധിച്ച് മനസ്സിങ്ങനെ വേവർ ചെയ്യുന്ന രൂപത്തിൽ ആത്മസാക്ഷാത്കാരം സാധ്യമേ അല്ല. അവർ പറഞ്ഞു ആത്മ നിർവിഷയമാണ്. വിഷയങ്ങൾ ആയിട്ട് സംബന്ധപ്പെട്ടിരിക്കുന്ന ആ രൂപത്തിൽ ഈ ആത്മാവിനെ അറിയാൻ സാധ്യമേ അല്ല. പക്ഷെ അതിന് എങ്ങനെ ചെയ്യും? വിവേകത്തോടുകൂടി ഈ വിഷയാകാര വൃത്തി നിരോധിച്ച് അഖണ്ഡാകാര വൃത്തി കൊണ്ടുവന്നാൽ അതിൽ നമുക്ക് സാക്ഷാത്കാര ജ്ഞാനം വരും എന്നാണ് ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. നമ്മൾ ജ്ഞാനപ്രകരണമാണ് നമ്മളിപ്പോൾ വായിച്ചത് അല്ലേ, വായിച്ചുകൊണ്ട് വരികയാണ്. അത് എനിക്ക് ഇന്നലെ കടുത്തത് വേറെ ഒന്നുമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേൾവിക്കാരുടെ ഒരു ബാധ നമുക്ക് വരും. അത് എപ്പോഴും ഓർമ്മിച്ചോളണം. നമ്മളെ കാലിൽ പിടിച്ച് താത്ത് കളയുന്ന വിധത്തിലുള്ള ഒരു കാര്യമുണ്ട് സ്വാമിജി. അതിസൂക്ഷ്മമായിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ അതാണ് പറഞ്ഞത്, അതിന് അനുയോഗ്യമായ ഒരു സദസ്സ് ഇതിന് വേണം. അത് എന്ത് പറ്റുമെന്നറിയാമോ? കാലിൽ പിടിച്ച് താത്തി കളയാണ്. ഞാൻ തന്നെ എല്ലാം മറന്നു കുറച്ച് നേരം. പക്ഷെ ഇത് പാടുന്നു. കാര്യം വേറൊന്നുമില്ല, മനസ്സല്ലല്ലോ സ്വാമി. ഇത് ഒരു നിലയാണ്. അത് ഒത്തിരി ഉയർന്ന ഒരു നിലയാണ് ഇത് വരണം. ഇതിനെ സംബന്ധിച്ചുള്ള ആ വിചാരം ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നടക്കും, അതുപോലെ ഈ പറയുന്ന ആൾക്കും നടക്കും. നമ്മൾ രണ്ടും ഒരുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഈ ശാസ്ത്രം വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നമുക്ക് ഗുരുക്കന്മാരിൽ നിന്നും കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ അതിൽ അങ്ങനെ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പരമ്പരയിൽ മഹാഗുരുക്കന്മാരുണ്ടായിരുന്നു. ശ്രീരാമാനന്ദ ഗുരുദേവന് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര എന്ന് പറയുന്നത് എണ്ണമറ്റ പരമ്പരയാണ്. വെളിയിൽ സ്വാമി പറഞ്ഞ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടെന്നാണ് പറയുന്നത്. അത് പലരും അറിയപ്പെടാതിരിക്കുകയാണ്. ഒടുവിൽ പറഞ്ഞു വരുമ്പോൾ തന്നെ തപോവനസ്വാമിയെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടു. തപോവനസ്വാമിയുടെ പരമ്പരയാണ് ഇവിടെ ഈ ചിന്മയ പരമ്പര. ഈ തപോവനസ്വാമി തനിക്കുണ്ടായ ഒരു സംശയം നിവർത്തിക്ക് വേണ്ടി ഹിമാലയത്തിലും അവിടെ എല്ലാം ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു എന്നാണ്. പാരിൽ പലദിശി നടന്നെത്തി ഞാൻ പാർത്ത പേരിൽ ശ്രീരാമാനന്ദർക്ക് തുല്യം ഒരു പേരുക കണ്ടതില്ല. ഒരു പദ്യം എഴുതി അദ്ദേഹത്തിൻ്റെ സഹോദരൻ അയച്ചു കൊടുത്തു. ഇത് അറിയണത് സ്വാമിയുമല്ല ആരുമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ആ ഒരു ലെറ്റർ പബ്ലിഷ് ചെയ്തത്. കാരണം ഇത്രയും ഈ പാരിൽ പല ദിശ നടന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു തൻ്റെ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരിടത്തുനിന്നും അദ്ദേഹത്തിന് തൃപ്തികരമായ ഒരു മറുപടി കിട്ടിയില്ല. ഒടുവിൽ ആരൊക്കെ പറഞ്ഞു, ആദ്യം 2 പ്രാവശ്യം സ്വാമിയെ കാണാൻ വന്നു. ആദ്യത്തെ പ്രാവശ്യം ആരൊക്കെ പറഞ്ഞു, ഇവിടെ മണ്ണൂർ ശ്രീരാമാനന്ദ ഗുരുദേവൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, അദ്ദേഹത്തെ പോയി കാണുമെന്ന് ആരോ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വന്ന വരവൊരു ഫെയിലിയറായിരുന്നു. അതെങ്ങനെ ഫെയിലിയറായെന്ന് ചോദിച്ചാൽ, വന്നിങ്ങോട്ട് കയറിയ ഉടനെ തന്നെ സ്വാമിയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നത് വലിയ പ്രഗത്ഭന്മാരായ ശിഷ്യന്മാരാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു എന്നാണ്. കാരണം അതൊക്കെ നമ്മളൊരു കുറ്റമായിട്ടല്ല, ഇതിൻ്റെ ആ നടന്ന സംഭവത്തെ പറയുകയാണ്. വന്ന് അദ്ദേഹം കയറിയ ഉടനെ തന്നെ തപോവൻ സ്വാമി ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ പറഞ്ഞു, നാം ശിഷ്യനാണെന്ന് പറഞ്ഞു. അങ്ങയുടെ പേരെന്താണ്? നമുക്ക് നാമമില്ല. അപ്പോൾ ഈ രൂപത്തിൽ ഇവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി, ക്ലാഷ്. അപ്പോൾ നാമമില്ലായിരിക്കും ഒന്നായി അത് നമുക്ക് നാമമില്ല. അപ്പോൾ നാമം സച്ചിദാനന്ദ എന്ന് പറഞ്ഞു. വാസ്തവം തന്നെ അതാണ് ശരി. പക്ഷേ എന്തായാലും ഒരു ക്ലാഷ് ഉണ്ടായി. ഈ ക്ലാഷ് ആരോ പോയി പറഞ്ഞു, സ്വാമി ഇതുപോലെ ആരോ ഒരാൾ വന്നപ്പോഴിവിടെ വലിയ വഴക്ക് നടക്കുകയാണ്, തർക്കം നടക്കുകയാണെന്ന് പറഞ്ഞു. സ്വാമി ഉടനെ ഓടിയിങ്ങ് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താടോ എന്ന് ചോദിച്ചു. പറഞ്ഞ് അപ്പോൾ സ്വാമിക്ക് മനസ്സിലായി പേര് ചോദിച്ചതാണ്. അപ്പോൾ ഒരാളുടെ പേര് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമുക്ക് നാമമില്ല. നാമരൂപരഹിതമല്ലേ. അപ്പോൾ ഇതാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. ഇത് എത്രത്തോളം ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ സ്വാമി പറഞ്ഞു, എന്താടോ നാമം എന്ന് പറഞ്ഞാൽ തൻ്റെ പേരെന്ന് പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞിട്ട് സ്വാമി പെട്ടെന്ന് ഇദ്ദേഹത്തെ വണങ്ങി. തപോവന സ്വാമിയെ വണങ്ങി. അങ്ങേപ്പോലൊരു മഹാത്മാവ് നമ്മുടെ ഈ ആശ്രമത്തിൽ വന്ന് നമ്മുടെ ആശ്രമം ധന്യമായി, അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ
എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ അങ്ങ് പുകഴ്ത്തി അങ്ങ് മാക്സിമം ആക്കി. അപ്പോൾ ഉടനെ തന്നെ തപോവനസ്വാമിക്ക് തോന്നിയേ തന്നെ വണങ്ങുകയും പുകഴ്ത്തുകയും ചെയ്ത ഇദ്ദേഹത്തിൽ നിന്ന് തനിക്ക് എങ്ങനെ സംശയം നിവൃത്തി വരുത്താൻ പറ്റും? അത് പൂക്കളം തിരിച്ചുപോയി. അതാണ് ഫെയിലിയർ എന്ന് പറഞ്ഞത്. ഫെയിലിയറായി. കാരണം അദ്ദേഹം ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. പോയി പിന്നെയും നടന്ന് ലാസ്റ്റിൽ ആരോ പറഞ്ഞു, നിങ്ങൾ ഗുരുദേവനെ പോയി കണ്ടില്ലേ, ശ്രീരാമാനന്ദ ഗുരുദേവനെ കണ്ടില്ലേ നിങ്ങൾ? അപ്പം പറഞ്ഞു കണ്ടു. എന്നിട്ടെന്തായി? അത് അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുകയാണ്. പോയി കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? അങ്ങേപോലെയുള്ള ഒരു മഹാത്മാവിനെ കാണാൻ സാധിച്ചത് എൻ്റെ മഹാപുണ്യം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലൊക്കെ സംസാരിച്ചു. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? താൻ വലിയ ആളായി മാറി പോകുന്നു. താൻ ചോദിക്കാൻ ചെന്ന കാര്യം ചോദിച്ചില്ല. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ആദരണീയം താൻ തന്നെ എന്ന് വിചാരിച്ചങ്ങ് പോയി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിൽ കഷ്ടമായിപ്പോയി, നമുക്ക് ഒരബദ്ധം പറ്റിയല്ലോ. രണ്ടാമത് വന്നപ്പോൾ ഇങ്ങനെയൊന്നുമല്ല. ഗുരുദേവൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ എല്ലാം ഒത്തിരി ഒന്ന് ഒതുക്കി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അദ്ദേഹം വന്നു, ഒന്നും പറഞ്ഞില്ല. സംശയമൊന്നും ചോദിക്കാനും വേണ്ട ഇവരോട് ആരും ഒരു സംശയം ചോദിക്കണ്ട, ഇവർക്ക് എല്ലാം അറിയാം. അപ്പോഴും തന്നെ ഞാൻ പറയാം, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. ആരോടെ പറഞ്ഞു ഒരു കുട്ടം എടുത്തുകൊണ്ടുവരാൻ, വലിയൊരു കുട്ടുവം. ആ കുട്ടുവത്തിൽ നിറച്ച് വെള്ളം നിറയ്ക്കാൻ. സ്വാമി അതിനകത്തോട്ട് കയറിയിരുന്നു. കുറച്ച് സമയം കൊണ്ട് കുട്ടുവത്തിൽ വെള്ളമില്ല. ഇതൊരു യോഗ വഴിയാണ്. യോഗ വഴി എന്ന് വെച്ചാൽ അതത്രയും ആ കുടലിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുണ്ടലിനി ഉണർന്നു. ഈ പറയുന്ന കണ്ഠത്തിലും അത് നിൽക്കുക. അപ്പോൾ അതിനുശേഷം അത് ആ ശിരസാരബന്ധത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ഇത് എന്തൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നുമില്ല. നമ്മൾ ഇതെല്ലാം പഴകുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാം? നമ്മുടെ കുണ്ടലിനി ഉണരും. നമ്മളെല്ലാവരും ഇപ്പോൾ അത് പറഞ്ഞില്ല, മൂലാധാരത്തിന് അതിന് താഴെ കിടക്കുകയാണ്. ഇതൊക്കെ ആ ജീവൻ്റെ നിലയാണ്. അതാണ് ഈ ലോകം തോന്നിക്കൊണ്ടും ഇതിൽ ആസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അല്പം ഒന്ന് ഉയർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, സന്യാസിമാരൊക്കെ അതാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സ്ത്രീ പുരുഷന്മാർ അതാണ് പ്രധാനം. അതിലൊരു ആക്ഷൻ അട്രാക്ട് ഇതൊക്കെ വരണതിൻ്റെ കാരണം എന്താണ്? ഇത് ഇങ്ങനെ താണു കിടക്കുന്നതാണ്. മനസ്സ് താണുപോയി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് യോഗ വഴിയിൽ ഇത് ഉയർത്താം. ഇങ്ങനെ ഉയർത്തി വരുന്നതാണ്. നമ്മുടെ തപോവനസ്വാമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ കുണ്ടലിനിയുടെ അത് കണ്ടം വരെ എത്തി. ഇതിന് മേളിൽ കയറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംശയ നിവൃത്തിയാണ് ഇവിടെ സ്വാമി ചെയ്യണത്. ഇവർ തങ്ങൾ എന്ത് സംസാരിച്ചതെന്നൊന്നും ആർക്കും അറിഞ്ഞില്ല. പക്ഷേ തപോവനസ്വാമിയുടെ സംശയം പൂർണ്ണമായി നിരാകരിക്കുന്നു. തീർന്നു. എഴുച്ചു നമസ്കരിച്ചു പോയി. ഇതാണ് ഗുരുദേവൻ. എന്തെങ്കിലും ചോദിച്ചോ, നിങ്ങൾ എന്തിനാ വന്നത്? അങ്ങനെയൊന്നുമില്ല. വിളിച്ചുകൊണ്ട് വന്ന് കാര്യം വെച്ചിട്ട് ഒരു ചെവി അറിഞ്ഞില്ല. ഒരു സംസാരം പോലും അവിടെ ഇല്ല. പിന്നെ ഇതിൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇതിൽ പ്രഗത്ഭന്മാരായ ശിഷ്യന്മാരുണ്ട് സ്വാമിക്ക്. നമ്മൾ ആ പറയുമ്പോൾ വലിയ ചിൽപ്രകാശാനന്ദ ഗുരുദേവൻ, അത് കഴിഞ്ഞ് ചെറിയ ചിൽപ്രകാശാനന്ദ ഗുരുദേവൻ, മാധവാനന്ദ ഗുരുദേവൻ. ഈ മാധവാനന്ദ സ്വാമികൾ തന്നെ എത്ര പേരുണ്ട്? തഞ്ചാവൂർ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉണ്ട്. ഈ സഹജാനന്ദ സ്വാമി അല്ലേ, സ്വാമിയുടെ പേരെന്ന് സഹജാനന്ദ സ്വാമി. എത്ര ആശ്രമം, 21 ആശ്രമമുണ്ട്. ഇതിലെല്ലാം ഓരോ മഹാത്മാക്കൾ ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. ഇവരെല്ലാം എങ്ങനെയാണ് ഇരുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനൊന്ന് കണ്ടതേ ഉള്ളൂ. ഉടനെ തന്നെ തൻ്റെ വസ്തുവും ഇതും എല്ലാം കൂടെ എഴുതി വെച്ചു. ഇത് അങ്ങനെയല്ലേ, ഈ വസ്തു അത്രയും ഗുരുദേവന് സമർപ്പിച്ചു. കണ്ടവർ അവർക്ക് എന്ത് കൊടുക്കണമെന്ന് അറിഞ്ഞൂടാ. തന്നെ കൊടുക്കാമെന്ന് ചോദിച്ചു. തൻ്റെ വസ്തു എല്ലാം കൊടുത്തു. അതാണ് ഈ ആശ്രമങ്ങൾ. കഴക്കൂട്ട ആശ്രമം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് പരമേശ്വരാനന്ദ സ്വാമിയാണ്. പറയേണ്ട വലിയ പരമേശ്വരൻ എന്നാണ് പറയുന്നത്. ഗുരുദേവന് എത്രയും ഇഷ്ടപ്പെട്ട ഒരു ആളില്ലെന്നാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, പരമേശ്വരൻ വന്നോ എന്നാണ് ചോദിക്കുന്നത് വരുമ്പോഴും. ആ പരമേശ്വരൻ വന്നോ, പിന്നെ ഇനി ഒന്നും പേടിക്കണ്ട. സംഭവം വേറൊന്നുമില്ല, പാചകമാണ് മുഖ്യം. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? മൂപ്പരൊറ്റയ്ക്ക് ചെയ്യും. വലിയ കൂട്ടുകങ്ങൾ, ഒരു 4 പേര് പിടിച്ചാൽ പൊങ്ങാത്ത കൂട്ടുകങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് അരി വയ്ക്കും. ഇങ്ങനെ അപാരമായ കഴിവാണ്. കാരണം യോഗബലമല്ല, അത് പ്രത്യേക ഒരു സിദ്ധനാണ് അദ്ദേഹം. ഗുരുദേവൻ്റെ
ഗുണങ്ങൾ അനവധിയാണ്. പക്ഷേ അതിൽ ചിലർക്ക് ചിലത് കിട്ടി. അപ്പോൾ അവിടെ കഴക്കൂട്ട സ്വാമിക്ക് ആ യോഗത്തിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, മാധവാനന്ദ സ്വാമിക്ക് ജ്ഞാനത്തിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും അദ്ദേഹത്തിന് അത് പൂർണ്ണമാണ്, എല്ലാം അറിയുന്ന ഒരു മഹാത്മാവാണ്. പക്ഷേ അതിൽ നിന്ന് അല്പാൽപമായിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു എന്നുള്ളതാണ് വേണം പറയാൻ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഇതുപോലുള്ള ആശ്രമങ്ങളെല്ലാം അവിടെ എന്താണ് മൂപ്പര് ചെയ്തത്. മൂപ്പര് ഇതിനെപ്പറ്റി പറയണതെന്ന് വെച്ചാൽ, ഇവിടെ പിന്നെ നമ്മുടെ കാരക്കോട് സ്വാമിയുടെ പേരെന്തോ, അവിടെ സമാധിയ പേര് അറിയാം, ശ്രീധരാനന്ദ സ്വാമി. ഈ ശ്രീധരാനന്ദ സ്വാമി, ഈ പിന്നെ കാരക്കോടിനെ പറ്റി പറഞ്ഞ വലിയ ചരിത്രമാണ്. ഈ ശ്രീധരാനന്ദ സ്വാമി കഴക്കൂട്ടത്തെ വലിയ പരമേശ്വരാനന്ദ സ്വാമി തങ്ങളിൽ നല്ല ഒരു ഫ്രണ്ട്സാണ്, ഒരു സഹപാഠികളാണ്. അപ്പോൾ ഈ ഭൂമി രാജഭൂമിയാണ്, അത് അവിടെ കൊണ്ട് ദാനം ചെയ്തതാണ്. അപ്പം ദാനം ചെയ്തപ്പോൾ ഗുരുദേവൻ പറഞ്ഞ് നിഷേധിച്ചു, ഇത് വേണ്ടോ, നമുക്കെന്തിനാ ഇത്, നമുക്കിനിയിപ്പോൾ ഇതൊക്കെ പരിപാലിച്ച് നിൽക്കാനാണോ നമ്മളുടെ ലക്ഷ്യം, നമുക്ക് അതല്ലല്ലോ ലക്ഷ്യം, ഇതെല്ലാം വിട്ടില്ലേ നമ്മൾ സന്യാസിമാരായത്, ഇനി എന്തിനാണ് ഇതൊക്കെ പിടിക്കുന്നത്, കളയാൻ പറഞ്ഞു. അപ്പോൾ എന്തോ അവിടെ ചില ആളുകൾ പറഞ്ഞു, അങ്ങയുടെ സമാധിക്ക് ശേഷം പിന്നെയും ആശ്രമം പുലരണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അപ്പോൾ സ്വാമി പറഞ്ഞ ഇതാണ്, അപ്പോൾ നിങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് ചെയ്തത്. പക്വത കുറവുകൊണ്ട് നമ്മളൊക്കെ ചെയ്തത്. പക്ഷേ അത് വന്ന് വലിയ വിനയായി ലാസ്റ്റിൽ. കാരണം പിന്നെ ഇവർ തങ്ങളിൽ ഡിസ്പ്യൂട്ടായി, ആരും പരമേശ്വരൻ സ്വാമിയും ശ്രീധരാനന്ദ സ്വാമിയായിട്ട് ഡിസ്പ്യൂട്ടായി. ശ്രീധരാനന്ദ സ്വാമിയെ പറ്റി പറയണതിൻ്റെ വെട്ടൊന്നും തൊണ്ടരണ്ടാണ്, ദേഷ്യക്കാരനാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, അപ്പം ഇതിൽ ഇങ്ങനെ വസ്തുവിൻ്റെ കാര്യവും അതിൻ്റെ കാര്യവും അന്യാധീനപ്പെടുന്നു, ചിലരൊക്കെ കുടിയേറുന്നു, ഇതിൻ്റെ കാര്യമൊക്കെ ആയി പിന്നെ ചർച്ചാ വിഷയങ്ങൾ. ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഭൗതികന്മാരും സന്യാസിമാരുമായിട്ടുള്ള എന്ത് വ്യത്യാസമായിരിക്കും. അങ്ങനെ കണ്ട് മൂപ്പര് ചോദിച്ചു, ഇത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സ്വാമിയാണെങ്കിൽ ഒരു വടിവാളുമായിട്ടാണ് നടക്കുന്നത്. ആര്? ശ്രീധരാനന്ദ സ്വാമി. കാര്യം അത്രയ്ക്കും അവിടെ കയ്യേറുന്നുണ്ട് ഭൂമി. 10-35 ഏക്കർ ഉണ്ടായിരുന്നു സ്വാമി. ഇപ്പോൾ അത് എത്ര, 10 ഏക്കറാണ്, 12 ഏക്കറായി, 11 ഏക്കറായിട്ട് മാറി. ഇത് അത്രയും കയ്യേറിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സ്വാമിയാണെങ്കിൽ ഒരു നല്ല ഗുണ്ടയായിട്ട് തന്നെ അവിടെ പ്രവർത്തിച്ചു എന്നാണ് അഭിനയിച്ചതാണ്. ഇവർ തങ്ങളിൽ ഇത് സംബന്ധിച്ചൊരു ഫ്ലാഷ് ഉണ്ടായി. ഉടനെ തന്നെ ഇദ്ദേഹം നിങ്ങൾ അല്ലെങ്കിൽ തെക്കനല്ലേ വടക്കനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് പൊക്കളഞ്ഞു. ഈ പോയതാണ് കഴക്കൂട്ടം. അങ്ങനെ പോയതുകൊണ്ടാണ് കഴക്കൂട്ടത്ത് വരാനും. അദ്ദേഹം ഭിക്ഷയാചിച്ച് നേടിയ അല്പ പണം കൊണ്ടാണ് ആശ്രമം ഉണ്ടാക്കിയത്. ആശ്രമം വിലയ്ക്ക് കുറച്ച് സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച് ഒരു ചെറിയൊരു കൂര ഉണ്ടാക്കി അവിടെ കഴിയുകയാണ്. ഇങ്ങനെ കഴിഞ്ഞു വരവേ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന് കുറച്ച് ശിഷ്യന്മാരുണ്ടായി. ആ ശിഷ്യന്മാരിൽ ധനവാന്മാരുണ്ടായിരുന്നു. അവരെല്ലാം കുറച്ച് നല്ല സഹായം ചെയ്തു. അത് വളർന്നു ഇപ്പോൾ ഏതാണ്ട് 1 ഏക്കർ സ്ഥലം ആശ്രമത്തിനുണ്ട്. ചിന്മയാനന്ദ സ്വാമികളും അതിൽ വസ്തു വാങ്ങിച്ച് സംഭാവന ചെയ്ത ആളാണ് നമ്മുടെ പിതാവ്. അങ്ങനെയാണ് അത്. ആദ്യം ഒരു 30 സെൻറ്റാണ് വാങ്ങിച്ചത്. അന്നത്തെ കാലത്ത് സന്തോഷം വിലയില്ല, ചെന്ന് വളച്ച് കെട്ടി ഇങ്ങനെ ഇരുന്നാൽ മതി, അതിന് ഈ കരവടച്ച് ഇതാക്കിയാൽ മതി, അത് തന്നെ രജിസ്റ്ററാകും. ഇപ്പോഴത്തെ വില അറിയാമോ? ഒരു സെൻറ്റിന് തന്നെ 30 ലക്ഷം 40 ലക്ഷം രൂപ വിലയുണ്ട്. അങ്ങനെയാണ്. അപ്പം ഇതെല്ലാം ആ കാലങ്ങളിൽ ഇവർ സ്വരൂപിച്ച് എന്നിട്ട് അത് ആശ്രമത്തിൽ ശ്രീ രാമാനന്ദ ഗുരുദേവന് സമർപ്പിച്ചു. അതിൻ്റെ ആധാരവും എല്ലാം ആയിട്ട് ഇവിടെ കൊണ്ട് സമർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണത് പോണത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയവർക്ക്? അവർക്ക് ജീവിതത്തിൽ ഇതുവരെ നേടാൻ സാധിക്കാത്ത ആത്മനിർവൃതി, അത് ഇദ്ദേഹത്തിന് സമർപ്പണം കൊണ്ട് തന്നെ സാധിച്ചു. ഇദ്ദേഹത്തിന് എന്ത് വേണം? സ്വാമിക്ക് വില വേണം, ഈ ഭൂമിയോ എന്തെങ്കിലും വേണോ? സ്വാമിക്ക് ഒന്നാമത് കണ്ടുകൂട. സ്വാമി വാർദ്ധക്യമായിരിക്കുന്നത്, സ്വാമിക്ക് ഇനി ഭൂമി എന്തിന്? പക്ഷേ അങ്ങനെയാണെങ്കിലും ആ സമർപ്പണം കൊണ്ട് ഇവരെല്ലാവരും ഉന്നത നിലകളിലേക്കായി. കാരണം വരും തലമുറയ്ക്കൊക്കെ ഒരു മുതൽക്കൂട്ടല്ലേ. ഒരു ചിന്മയാനന്ദ സ്വാമിയും നമുക്ക് അവിടെ കെട്ടിടങ്ങളൊക്കെ കെട്ടിയിട്ടു. ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടി, ധ്യാനിക്കാനുള്ള മുറികൾ, അതുപോലെ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ മണ്ഡപം, അതും ഇതും എല്ലാം കെട്ടി. എന്തിന് കെട്ടിയത്? അവരെ സംബന്ധിച്ച് അവർ 10-85 വയസ്സായപ്പോൾ 56 വയസ്സിൽ അദ്ദേഹം സമാധിയായി.
അവർ ദീർഘവീക്ഷണമാണ്. ഈ വരും തലമുറയ്ക്ക് ഈ ഇത് കൈമാറണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളാരും ഈ പറയുന്ന കണക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കേണ്ട. നിങ്ങൾ ആശ്രമത്തിന് മേൽഗതി വരുത്തിയാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. നമ്മൾ സ്വാർത്ഥമായിട്ട് നമ്മൾ പോകണ്ട, ആശ്രമത്തിൻ്റെ ഉയർത്തിക്കൊണ്ട് വന്നാൽ മതി. അതിൽ കൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. വളരെ കാര്യം ശ്രദ്ധിക്കണം. കാരണം ആശ്രമം എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്. ഇത് എത്രയോ ആളുകൾക്ക് ഇത് ഇനിയും പിന്നെ അഭയകേന്ദ്രമാകേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ സന്തോഷ് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. സന്തോഷം മാത്രമല്ല, ഇവിടെ ഉള്ള ഞാൻ ആദ്യം വരുമ്പോൾ കാണുന്നത് 4-5 പേരാണ്. അതിൽ രമേശ് മാഷ്, ഉണ്ണി മാഷ്, ഇങ്ങനെ തുടങ്ങിയ കുറേ ആളുകൾ കേട്ടോ. അവരെല്ലാം കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 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 എന്താ പറയുക, ഒരു ഉത്സാഹം ഇതിലേക്ക് സാധാരണ ആളുകൾക്ക് കാണില്ല. എന്തിന് നമ്മുടെ വീട്ടിൽ വസ്തു വാങ്ങിച്ച് കൂട്ടാം അങ്ങനെയൊക്കെയുള്ള ചിന്തയല്ലേ ഉള്ളൂ എല്ലാവർക്കും. ഇതൊരു പ്രത്യേക രീതിയാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കും വലിയ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, എങ്കിലും ഇവരുടെയൊക്കെ ആ ഒരു മുഖവും ആ ഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ കൊള്ളാമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു പ്രയത്നമാണ് ഈ മണ്ഡപങ്ങളും എല്ലാം. അവരുടെ മാത്രം പരിപാടികളാണിത്. കൂടുതൽ സഹായമൊന്നും വെളിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഗുരുസേവ. ഇങ്ങനെ ഗുരുസേവ ചെയ്ത് നിന്നാൽ മാത്രമേ ഇതിൽ ഒരു മേൽഗതിയുള്ളൂ. 4 വിധം ഗുരുസേവയെ പറ്റി 4 തരത്തിലാണ് പറയുന്നത്. ആപ്തം, അംഗം, സ്ഥാനം, സദ്ഭാവം. ഇതിൽ ആപ്തമാണ് ശാസ്ത്രം പഠിക്കലും മറ്റുമൊക്കെ. അംഗം എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്, ആ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് തന്നെയാണ്. സ്ഥാനം എന്ന് പറഞ്ഞാൽ ആശ്രമം. സദ്ഭാവം എന്ന് വെച്ചാൽ ഇതെല്ലാം ഈ സേവകളെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ്? മത്സരബുദ്ധിയിലല്ല, സദ്ഭാവത്തിൽ ചെയ്യണം, സത്വഗുണത്തിൽ ഇരുന്ന് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം വരാൻ പാടില്ല, പരസ്പരം പിന്നെ രാഗദ്വേഷ മതമത്സരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഈ രൂപത്തിൽ ആ സദ്ഭാവത്തിൽ ഇരുന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതാണ് ഗുരുസേവ. ആപ്തം, അംഗം, സ്ഥാനം, സദ്ഭാവം. ഇതിൽ ആപ്തം എന്ന് പറയുന്നത് വേദോക്തമായിട്ട് ഇത് ചെയ്യണമെന്നാണ്. ഒന്ന് ആപ്തന്മാരെന്ന് വെച്ചാൽ ഗുരുക്കന്മാരെന്നാണ്. അംഗം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശരീരം. ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹം വാർദ്ധക്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കാലിലൊക്കെ എണ്ണയിട്ട് കൊടുക്കുക, അത് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുക, കുളിക്കാൻ വെള്ളം കൊണ്ടുവയ്ക്കുക. അവിടെ മാധവാനന്ദ സ്വാമി വന്നപ്പം കക്കൂസിലൊക്കെ അന്ന് പൈപ്പൊന്നുമില്ല. അപ്പോൾ അവിടെ വരുമ്പം കക്കൂസിലൊക്കെ വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കും, കുളിക്കാനൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ നല്ല തുവച്ച് കൊടുക്കും. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ചിന്മയാനന്ദ സ്വാമി ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്നറിയാം. അപ്പോഴൊക്കെ ചിന്മയാനന്ദ സ്വാമി ഒരാൾ എന്തിനിങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യണമെന്ന് തോന്നിയാൽ പോയി തീർന്നു. അതൊക്കെ ചെയ്യണം, അതൊക്കെ ഗുരുസേവയാണ്. ഗുരുസേവയുടെ മഹത്വം നിനക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് സത്യപ്രതി സാറേ. അതൊക്കെയാണ് നമുക്കുള്ള മുതൽ, നമുക്കുള്ള ആസ്തി, വേറെ ഒന്നുമില്ല. കാരണം ഗുരുസേവയുടെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. സന്തോഷം ചെറുതല്ലത്. അതിൽ ഈ പറയുന്ന ആപ്തം, അംഗം, സ്ഥാനം, സദ്ഭാവം, ഇത് 4 അംഗങ്ങളാണ് ഈ ഗുരുസേവയിലുള്ളത്. ഇതിൽ ഗുരുസ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നത് വലിയ ഒരു ഗുരുസേവയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്തു വന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പോലും അറിയണ്ട, ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഇതിൽ വരും എന്നാണ് പറയുന്നത്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം.